എം.ജി. സർവകലാശാല സിൻഡിക്കേറ്റ് പുനഃസംഘടനയിൽ സിപിഐക്ക് അതൃപ്തി. സിപിഐ നോമിനീസ് ഇല്ലാതെ പുനഃസംഘടന നടത്തിയെന്നതാണ് അതൃപ്തിക്ക് കാരണം. അതൃപ്തി LDFനെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ജനറൽ വിഭാഗത്തിൽ ഒരു നോമിനിയെയും ഒരു പ്രിൻസിപ്പലിനെയും നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശം സിപിഐക്ക് ഉണ്ടായിരുന്നു. എന്നാൽ സിപിഐയുടെ ചോദിക്കാതെയാണ് ഇപ്പോൾ CPM ജനറൽ വിഭാഗത്തിൽ നിയമനം നടത്തിയിരിക്കുന്നത്. അതാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് അറിയുന്നത്. ഏതായാലും ഈ അതൃപ്തി അവർ എങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്? രേഖാമൂലം അറിയിച്ചിരിക്കുകയാണോ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിലവിൽ ഈ ജനറൽ വിഭാഗത്തിൽ നടത്തിയിട്ടുള്ള നിയമനം CPIയോട് ചോദിക്കാതെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും CPIയുടെ അതൃപ്തിക്ക് കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് MG സർവകലാശാല സിൻഡിക്കേറ്റിന്റെ പുനഃസംഘടന നടന്നത്. 15-അംഗ സിൻഡിക്കേറ്റിൽ 11 പേരെ പുനഃസംഘടന ചെയ്തിരുന്നു. 2 പേരെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ജനപ്രതിനിധിയായിട്ടുള്ള ജോബ് മൈക്കിൾ MLAയും ഒരാൾ വിദ്യാർത്ഥി പ്രതിനിധിയുമാണ്. അങ്ങനെ ആകെ 13 പേരുടെ പുനഃസംഘടനയാണ് പൂർത്തിയായത്. അതിനുശേഷം 2 സീറ്റ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിലൊന്ന് ഒരു പ്രിൻസിപ്പലിനെ നിയമിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ 11 പേരെ ജനറൽ വിഭാഗത്തിൽ നിയമിച്ചതിൽ CPIക്ക് അല്ലെങ്കിൽ CPIക്ക് ഒരു നോമിനിയെ നിർദ്ദേശിക്കാൻ നേരത്തെ അവകാശമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത് CPIയോട് ചോദിക്കാതെ CPM നേരിട്ട് ആ വിഭാഗത്തിലേക്ക് നിയമനം നടത്തി എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതൃപ്തിക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. മാത്രമല്ല, ആ ഒഴിച്ചിട്ടിരിക്കുന്ന 2 സീറ്റുകളെ പറ്റിയിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ CPMന്റെ ഭാഗത്തുനിന്നും CPMമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നും CPI നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ അതൃപ്തി പരസ്യമായിട്ട് ഇപ്പോൾ LDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് CPI പ്രതിനിധികൾ പറയുന്നത്. രേഖാമൂലം അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും വാക്കാൽ ഇത്തരത്തിലുള്ള അതൃപ്തി തങ്ങൾക്കുണ്ട് എന്നുള്ള വിവരം ഇടതുപക്ഷ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. LDF അടുത്ത ദിവസം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നതിന് ശേഷം എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ് ഇതിലിനി നോക്കി കാണേണ്ടത്. എന്തായാലും CPMന്റെ ആ ഒരു നിലപാടിനോട് പരസ്യമായിട്ട് തന്നെ അതൃപ്തി CPI പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. LDF തീരുമാനം ഈ വിഷയത്തിൽ എന്തായാലും നിർണായകമാകും. ഗോകുൽ രമേശ്, കോട്ടയത്ത് നിന്ന്.